ഒരു ആസ്ട്രോനോട്ട് സ്പേസിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള റീ എൻട്രി ക്യാപ്സ്യൂൾസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ശബ്ദത്തെക്കാൾ ഏകദേശം 32 മടങ്ങ് വേഗതയിലൂടെയാണ് ഇവർ ആ ഒരു സമയത്ത് യാത്ര ചെയ്യുക. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഉൽക്ക ഭൂമിയിലേക്ക് വീഴുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സംഭവത്തെ കണ്ടാൽ തോന്നുക. ഈ ഒരു പ്രൊസീജിയറിനെയാണ് റീ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം 10,000-ഓളം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ താഴ്ഭാഗത്ത് അനുഭവപ്പെടുക. ഇത്ര അധികം ടെമ്പറേച്ചർ അവിടെ വരാൻ കാരണം അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ ആയിരിക്കും എന്നായിരിക്കും നമ്മൾ എല്ലാവരും കരുതുക. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് റാമ്പ് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ക്യാപ്സ്യൂളുകൾ ഏകദേശം 40,000-ഓളം km/h വേഗതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത്ര വേഗതയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ കാണുന്ന എയർ മോളിക്യൂൾസിന്റെ സൈഡിലേക്ക് മാറിപ്പോകാനുള്ള സമയം അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നിൽ കണ്ടുവരുന്ന എയർ മോളിക്യൂൾസ് വളരെയധികം ഹൈലി കംപ്രസ്ഡ് ആവും. നമ്മൾക്കറിയാവുന്ന ശാസ്ത്രം അനുസരിച്ച് ഒരു ഗ്യാസിനെ ഹൈലി കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചൂട് പുറപ്പെടുവിക്കും. ഇവിടെ നിസ്സാര ചൂടിനെ പറ്റിയിട്ടല്ല പറയുന്നത്, തൗസൻഡ്സ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. ഇതേ പ്രതിഭാസം തന്നെയാണ് റീ എൻട്രി സമയത്ത് ആ ഒരു ക്യാപ്സ്യൂളിന്റെ അടിഭാഗത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു തീഗോളം താഴത്തേക്ക് വീഴുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവത്തെ കാണാൻ കഴിയുന്നത്. അപ്പോ ഇത്ര അധികം ടെമ്പറേച്ചറിൽ നിന്ന് അതിൻ്റെ അകത്തുള്ള ആസ്ട്രോനോട്സിനെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പല രീതിയിലുള്ള ഹീറ്റ് ഷീൽഡുകൾ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സംഭവമാണ് മോഡേൺ ഏവിയേഷൻ ഹിസ്റ്ററിയിലത്തെ ഏറ്റവും വലിയ ഒരു മിസ്റ്ററി. UFO അല്ലെങ്കിൽ UAP എന്ന് പറയുന്ന ഒരു സംഭവം പറക്കുന്ന രീതി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഒരുപാടധികം വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പൈലറ്റുകളുടെ ടെസ്റ്റിമോണി അനുസരിച്ച് UFO പറക്കുന്ന വേഗത എന്ന് പറയുന്നത് സൂപ്പർസോണിക് സ്പീഡിലല്ല, ഹൈപ്പർസോണിക് സ്പീഡിലാണ് പറക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2004 USS നിമിറ്റ്സിൽ വെച്ച് നടന്ന പറക്കുന്ന കളിയുടെ കേസ് നിങ്ങളൊന്ന് എടുത്തു നോക്കാം. അന്ന് അവർ കണ്ടത് 80,000 അടി ഓൾട്ടിറ്റ്യൂഡിൽ പറന്നു നിന്ന UFO ഒരൊറ്റ സെക്കൻഡിന് താഴെ സീ ലെവലിലേക്ക് ഇങ്ങനെ വന്ന് നിന്നതാണ്. ഇത്ര അധികം വേഗത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ഈ ഒരു ഒബ്ജക്റ്റ് യാത്ര ചെയ്തിട്ട് പോലും അവിടെ റാമ്പ് പ്രഷർ എന്ന് പറയുന്നതോ അങ്ങനെ യാതൊരു പ്രശ്നവും ഈ ഒരു സംഭവത്തിന് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, UFOയുടെ ടെമ്പറേച്ചർ ഞാൻ എങ്ങനെയാണ് മെഷർ ചെയ്തത്? ഗവൺമെന്റ് ഒഫീഷ്യൽ റിലീസ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം UFOയുടെ ഫുട്ടേജസും ഇതുപോലെ ഇൻഫ്രാറെഡ് ക്യാമറാസിലൂടെ എടുത്തിട്ടുള്ളതാണ്. അതും ഇൻഫ്രാറെഡ് ക്യാമറാസ് വർക്ക് ചെയ്യുന്നത് തെർമൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് താപനിലയുടെ വ്യത്യാസം നോക്കിയിട്ടാണ് ഇൻഫ്രാറെഡ് ക്യാമറാസ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫുട്ടേജസ് നോക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി ഈ UFOs തണുത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾക്കറിയാവുന്ന ഫിസിക്സ് അനുസരിച്ച് ഈ ഒരു സംഭവം എന്തായാലും നല്ല രീതിയിൽ ചൂടാവണം. അപ്പോ ഇവരുടെ ആ ഒരു ശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് നമ്മൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലാവാത്തത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വളരെയധികം ബിസിയാണ്. അതിന്റെ കാര്യം വേറെ ഒന്നല്ല, സ്റ്റാർ മാപ്പ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർ മാപ്പിന്റെ പ്രീ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം കുറച്ചധികം ഓർഡേഴ്സ് നമുക്ക് കിട്ടിയായിരുന്നു. പ്യൂർലി ഇതൊരു ബിസിനസ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷേ എനിക്ക് അതിന് കഴിയില്ല. ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റാർ മാപ്പ് ഡിസൈൻ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് കയ്യിൽ പിടിക്കുമ്പോഴാണ് ചെറിയ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് എനിക്ക് തോന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്യുന്നു, അത് വീണ്ടും പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വന്നത് കൊണ്ടാണ് നമ്മൾക്ക് ചാനലിൽ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞത്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ സ്റ്റാർ മാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നുള്ളത് ചിലർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഭൂമി എന്ന ഈ ഒരു ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിലൂടെ ഓർബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥം സെജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് ആണ് സ്പേസിലൂടെ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ പാറ്റേൺ അത് മാറിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു ലോങ് ടേം സബ്സ്ക്രൈബർ തന്ന ഒരു ഓർഡറാണ്. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഷാൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്ന ആ ഒരു ദിവസം, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ടൈം, ആ ഒരു പെർട്ടിക്കുലർ നിമിഷത്തിൽ ആകാശത്ത് കാണാൻ കഴിയുന്ന നക്ഷത്രത്തിന്റെ പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു പാറ്റേൺ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരില്ല. അത്രയ്ക്ക് യുണീക്കും വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും സ്റ്റാർ മാപ്പ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെയധികം പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. എന്നാൽ ഒരു ബഡ്ജറ്റ് പ്രൈസിലുമാണ് നമ്മളത് കൊടുക്കുന്നത്. ഇവിടെ കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമേ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം തന്നെ വളരെയധികം പ്രീമിയം ആയിട്ടുള്ളതും വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. 100% ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും ഇതിന്റെ ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നവും വരുത്താത്ത രീതിയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള സ്റ്റാർ മാപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ ആദ്യത്തെ സെക്ഷൻ ഒന്ന് കയറി കണ്ടുവച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1994 മിഖേൽ ആങ്ക്യൂബിയർ എന്ന് പറയുന്ന ഒരു തിയറിറ്റിക്കൽ സയന്റിസ്റ്റ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രതിഭാസം പ്രകാശമാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ശാസ്ത്രം. എന്നാൽ ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത പേപ്പറിലൂടെ പറയുന്നത് നമ്മുടെ കൈവശമുള്ള ശാസ്ത്രത്തിന്റെ നിയമങ്ങളെ ലംഘിക്കാതെ തന്നെ ലൈറ്റിനേക്കാൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് മുന്നിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു സ്പേസിൽ നിന്ന് മുന്നിലേക്ക് പോയേ തീരൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പേസിൽ ഒരു റോക്കറ്റ് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ റോക്കറ്റിനെ മുന്നോട്ടേക്ക് ചലിപ്പിക്കണമെങ്കിൽ ആ റോക്കറ്റിന്റെ പുറയിലുള്ള ആ ഒരു എഞ്ചിൻ പ്രവർത്തിക്കണം. അതുമൂലം ഉണ്ടാവുന്ന ത്രസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആ റോക്കറ്റ് മുന്നോട്ടേക്ക് ചലിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഈ സ്പേസിൽ നിൽക്കുന്ന ആ ഒരു റോക്കറ്റിന്റെ മുന്നോട്ടേക്ക് ചലിക്കണമെങ്കിൽ ആ റോക്കറ്റ് മുന്നോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. പകരം ഈ റോക്കറ്റിന്റെ മുന്നിലുള്ള സ്പേസ് വോർപ്പ് ചെയ്താൽ മതിയാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഈ റോക്കറ്റിന്റെ മുന്നിലുള്ള സ്പേസ് ടൈം ഉണ്ടാവുമല്ലോ, ആ സ്പേസ് ടൈം കോൺട്രാക്ട് ചെയ്യുകയും ഈ റോക്കറ്റിന്റെ പിന്നിലുള്ള സ്പേസ് ടൈം അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതായത് മുന്നിലുള്ള സ്പേസ് ടൈം ചുരുങ്ങുകയും പുറയിലുള്ള സ്പേസ് ടൈം വലിയുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ഈ റോക്കറ്റ് അവിടുന്ന് ചലിക്കുന്നില്ല, പകരം ഈ റോക്കറ്റിന് ചുറ്റുമുള്ള ഒരു സ്പേസ് ആണ് ചലിക്കുന്നത്. അതായത് എഫക്റ്റീവ്ലി ഈ റോക്കറ്റ് റെസ്റ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഈ റോക്കറ്റ് സ്പേസിലൂടെ അനങ്ങുന്നുണ്ട്, നീങ്ങുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഐൻസ്റ്റൈന്റെ നിയമങ്ങളെ ലംഘിക്കാതെ തന്നെ ഒരു ഒബ്ജക്റ്റിന് പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരുപാടധികം ഗുണങ്ങൾ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിന് ഉണ്ടായിരിക്കും. ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ഒരു റാമ്പ് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനെ എഫക്റ്റ് ചെയ്യുകയില്ല. നമ്മൾക്കറിയാവുന്ന ശാസ്ത്രം അനുസരിച്ച് ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ ഒരു ഒബ്ജക്റ്റിന് യാത്ര ചെയ്യാൻ കഴിയുകയാണെങ്കിൽ സോണിക് ബൂം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ സംഭവിക്കും. വളരെയധികം വലിയ പൊട്ടിത്തെറിയാണ് ശരിക്കും സോണിക് ബൂം എന്ന് പറയുന്നത്. ഈ ഒരു പ്രതിഭാസം ഇദ്ദേഹത്തിന്റെ ഈ റോക്കറ്റിൽ ഒരിക്കലും സംഭവിക്കില്ല. അതോടൊപ്പം ഏറ്റവും വലിയൊരു കാര്യം, ഇവിടെ തെർമൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല. ഈ ഒരു ടെക്നോളജിക്ക് ഒരു പേരുണ്ട്, ചിലപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവാം. വാർപ്പ് ഡ്രൈവ് എന്നാണ് ശരിക്കും ഇതിനെ വിളിക്കുന്നത്. ഇതായിരിക്കും അല്ലെങ്കിൽ ഇത് തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലപ്പോൾ ഈ UFO എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജി ആയിരിക്കാം. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്ന ഒഫീഷ്യൽ UFO വീഡിയോസ് ആണ്. ഇതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള തെർമൽ സിഗ്നേച്ചേഴ്സ് കാണാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, ഈ പറക്കുന്നളികൾക്ക് യാതൊരു രീതിയിലുള്ള ടെമ്പറേച്ചർ അതിന്റെ താപനിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. എന്നാൽ ഇവയെല്ലാം യാത്ര ചെയ്യുന്ന വേഗത അനുസരിച്ച് എന്തായാലും താപനിലയ്ക്ക് വ്യത്യാസം വരണം. എന്നാൽ വാർപ്പ് ഡ്രൈവിനോടൊപ്പം തന്നെയുള്ള വേറൊരു തിയറിയാണ് മാഗ്നീറ്റോ ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു UFO പറക്കുന്ന സമയത്ത് അതിന് ചുറ്റും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും ആയിരിക്കാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റും കാണുന്ന എയർ മോളിക്യൂൾസിനെ അയണൈസ് ചെയ്ത് കളയാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. അതും ഈ എയർ മോളിക്യൂൾസിനെ അയണൈസ് ചെയ്യുന്നതിലൂടെ അത് പ്ലാസ്മയായിട്ട് മാറും. ഇങ്ങനെ ഉണ്ടായി വരുന്ന പ്ലാസ്മ ഈ UFO പുറപ്പെടുവിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിപ്പൽ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ പറക്കുന്നളിക്ക് ചുറ്റും ഒരു ബബിൾ പോലത്തെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കാണാൻ കഴിയാത്ത ഒരു ഷീൽഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഈ ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നതായിക്കോട്ടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞ പോലത്തെ റാമ്പ് പ്രഷറോ സോണിക് ബൂം അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇതിനുണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇത് വെറും ഒരു തിയറി അല്ലേ, ഇത് എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം മാത്രമല്ല എന്നുള്ളത്. മാഗ്നറ്റോ ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ നാസ അടക്കം ഒരു അറ്റ്മോസ്ഫിയറിക് റീഎൻട്രിയുടെ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ റീഎൻട്രി ക്യാപ്സ്യൂളിന് ചുറ്റും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഷീൽഡ് ഉണ്ടാവുകയും അതിന്റെ ഫലമായി ഇത്തരം വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹീറ്റ് ഷീൽഡുകൾ ഉപയോഗിക്കേണ്ട കാര്യം അവിടെ വരുന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം ഇത്ര അധികം സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. പക്ഷെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അതും പല രീതിയിലും പറക്കുന്ന കളികൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഗവൺമെന്റ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ 80 വർഷങ്ങളോളമായിട്ട് UFO എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിരി വരും. ആ കാലത്തൊക്കെ ഒരു പൈലറ്റ് ഒരു പറക്കുന്നളിയെ കണ്ടു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്ന് പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കരിയറിനടക്കം ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.
എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ UFO എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. അങ്ങനെ 2026 ആയപ്പോൾ ഈ ലോകം മുഴുവൻ പരിഹസിച്ചിരുന്ന UFO എന്ന് പറയുന്ന ഒരു സംഭവം റിയൽ ആണെന്നുള്ളതും അതിന്റെ ഒരുപാടധികം വീഡിയോ സഹിതം ഒരുപാടധികം ഇൻഫോർമേഷൻ പുറത്തേക്ക് ഗവൺമെന്റ് വിടുന്നു. എന്നെ ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ്, എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഗതി ഇത്ര അധികം ഫ്രീ ആയിട്ട് പറക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും നാളത്തെ ചോദ്യം UFO എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു ഉത്തരം ഗവൺമെന്റ് തന്നെ തന്നിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഇതെങ്ങനെയാണ് പറക്കുന്നത്? നമ്മൾ ഇത്ര കാലം സ്വരുക്കൂട്ടി വെച്ച ശാസ്ത്രത്തെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തട്ടിക്കളയുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പറക്കുന്ന കളികളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു പറക്കുന്നെളിയെ പറക്കുന്നത്? ഉത്തരങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. സ്റ്റാർ മാപ്പ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.